നമസ്കാരം കൂട്ടുകാരെ. ബുദ്ധിമാനായ ആട്, അതാണ് നമ്മുടെ കഥയുടെ പേര്. ഒരിക്കൽ ഒരു ആട് വഴി തെറ്റി കാട്ടിലെത്തി. കാടിന്റെ പച്ചപ്പ് കണ്ട് ആടിന് വല്ലാത്ത കൗതുകം തോന്നി. ഹായ്, എന്തു ഭംഗിയാ! നിറയെ ഇളം പുല്ലുകൾ. പുല്ലും തിന്ന് വയറു നിറഞ്ഞ് തല ഉയർത്തിയപ്പോൾ ആടിന്റെ കൊമ്പുകളിൽ ഇലകളും വള്ളികളും കുടുങ്ങി. ഇപ്പോൾ ആടിനെ കണ്ടാൽ ശരിക്കും ഒരു ഭൂതമാണെന്നേ തോന്നൂ. ഹോ, വല്ലാത്ത മയക്കം. അങ്ങോട്ട് കയറിയിരിക്കാം. നാട്ടിലെ ആടല്ലേ, താനിരുന്ന ഇടം ഒരു ഗുഹയാണെന്ന് അതുണ്ടോ അറിയുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി. ഏതേ പുതിയ ജന്തു! ആ ഭീകര രൂപം കണ്ട് സിംഹം ആദ്യം ഒന്ന് പെരുങ്ങി. എന്നിട്ട് ഉറക്കെ അലറിക്കൊണ്ട് ചോദിച്ചു, ആരാണ് എന്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുള്ള മറ്റൊരുവനോ? അത് കേട്ട് ആട് ശരിക്കും പേടിച്ചു കേട്ടോ. എന്തായാലും മരിക്കും. രണ്ടും കൽപ്പിച്ച് ആടും ശബ്ദമുയർത്തി, അത് ചോദിക്കാൻ നീ ആരാടാ? ആ ചോദ്യത്തിൽ തന്നെ സിംഹത്തിന്റെ ധൈര്യം ചോർന്നുപോയി. എന്നിട്ട് സിംഹം സകല ശ്വാസവും ഉള്ളിലേക്ക് എടുത്ത ഒരൊറ്റലർച്ചയായിരുന്നു. ഞാൻ കാട്ടിലെ രാജാവ് സിംഹം, എന്റെ ഗുഹയിൽ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങ്. ഉടനെ ആട് ചോദിച്ചു, ഹഹാ, അപ്പൊ നീയാണല്ലേ സ്വയം രാജാവെന്നും പറഞ്ഞു നടക്കുന്ന സിംഹം? നീ രാജാവെങ്കിൽ ഞാൻ ചക്രവർത്തി, സകല കാടുകൾക്കും രാജാവ്. ഇത്രയും കേട്ടപ്പോൾ സിംഹം പേടിച്ച് തിരിഞ്ഞോടി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കുറുക്കൻ സിംഹത്തിന്റെ പിന്നാലെ ഓടി. രാജാവേ, ഒന്ന് നിന്നാലും, അങ്ങ് എങ്ങോട്ടാണ് പരവശനായി ഓടുന്നത്? നിൽക്കാൻ സമയമില്ല, ആ ചക്രവർത്തി എന്റെ കഥ കഴിക്കും. ചക്രവർത്തിയോ? അതെ, അങ്ങനെ ഒരു ജന്തു എന്റെ ഗുഹയിൽ കയറി ഇരിപ്പുണ്ട്. ഇനി ഈ കാട്ടിൽ രക്ഷയില്ല. രാജാവില്ലാത്ത വേറെ ഏതെങ്കിലും കാടുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഹഹാ, ഈ സിംഹത്തിന് പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരെയില്ല. കുറുക്കൻ ഉള്ളിൽ ഊറിച്ചിരിച്ചു. പ്രഭോ, അങ്ങയാരോ പറ്റിച്ചതാ. വാസ്തവം എന്തെന്നറിയാൻ ഞാൻ നോക്കിട്ട് വരാം. ഗുഹക്കരികിൽ കാൽപ്പാടുകൾ കണ്ടപ്പോ തന്നെ കുറുക്കൻ ആളെ പിടികിട്ടി. എന്നിട്ട് വീണ്ടും സിംഹത്തിന്റെ അരികിലെത്തി. പ്രഭോ, അങ്ങയുടെ ഗുഹയിൽ അതൊരു ആടാണ്. ആടോ? അത് നിനക്ക് എങ്ങനെ അറിയാം? ഹഹാ, ഞാൻ എത്രയോ ആടുകളെ ഗ്രാമത്തിൽ നിന്ന് മോഷ്ടിച്ചിട്ടുള്ളതാ. അങ്ങ് ധൈര്യമായി വന്നാലും പേടിയാണെങ്കിൽ എന്റെ പുറകിൽ ഒളിച്ചാൽ മതി. ഛേ, കാട്ടിലെ രാജാവായവൻ ഒരു നിസ്സാരനായ കുറുക്കന്റെ പുറകിൽ ഒളിക്കുകയോ? സിംഹം പിറുപിറുത്തു. പ്രഭോ, നമ്മുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാം. ആ ജന്തു തിന്നുകയാണെങ്കിൽ ആദ്യം എന്നെ തിന്നട്ടെ. ഗുഹക്കരികിൽ സിംഹത്തിനെയും കുറുക്കനെയും ഒരുമിച്ച് കണ്ട ആടിന് വെപ്രാളമായി. എന്നാൽ അവരുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയത് കണ്ടപ്പോൾ കാര്യം പിടികിട്ടി. അപ്പൊ പീറ കുറുക്കന്റെ ധൈര്യത്തിൽ ആ സിംഹം വന്നു നിൽക്കുന്നത് കാണിച്ചു കൊടുക്കാം ആട് മനസ്സിൽ മന്ത്രിച്ചു. എന്നാൽ ആടിന്റെ സൂത്രങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ കുറുക്കൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, എപ്പ എത്തി ചക്രവർത്തി? ബുദ്ധിമാനായ ആടും വിട്ടുകൊടുത്തില്ല. കുറച്ചു നേരമായി ചെങ്ങാതി, നീയാണ് ശരിക്കും ഒരു കുറുക്കൻ. ഒരു സിംഹത്തെ തിന്നണമെന്ന് പറഞ്ഞപ്പോൾ നീ രാജാവിനെ തന്നെ കൊണ്ടുവന്നു. എന്താ മടിച്ചു നിൽക്കുന്നേ? ആ കിഴവനെ ഇങ്ങോട്ട് തള്ളിവിട്, അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഇത് കേൾക്കേണ്ട താമസം. സിംഹം കുറുക്കനെ നേരെ അലറി. എടാ ചതിയാ! പിന്നെ ഒരൊറ്റ ഓട്ടമായിരുന്നു. വാൽ കെട്ടിയ കുറുക്കനെ ആരും പിന്നെ പറയണ്ടല്ലോ. ഹഹാ, ആടത് ഓർത്തോർത്ത് ചിരിച്ചു. കൂട്ടുകാരെ, ആപത്തുകളിൽ നിന്നും രക്ഷ നേടാൻ ശക്തിയേക്കാൾ ബുദ്ധിയാണ് പ്രധാനം. നന്ദി, നമസ്കാരം.